ഹലോ. ഹലോ. ആ പറഞ്ഞോ അച്ഛാ. മോളെ ഇവിടെ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. അച്ഛനിത് എവിടെയുള്ളേ? ഞാനിവിടെ മണ്ഡപത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വന്നതാണേ. ഇവിടെ ലേറ്റ് ആവും ഉം. തോന്നുന്നുണ്ട്. ഉം. ഞാനേ ഒരു 7 ഉം. മണിയാകുമ്പോഴത്തേക്ക് ഉം. വന്നേക്കാം ട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി. ഉം. നിന്നെ പെണ്ണ് കാണാൻ വരുമ്പോഴേ ചെക്കന്റെ അച്ഛനമ്മയും മാത്രമേ വന്നിട്ടുള്ളൂ. ചെക്കൻ വന്നിട്ടില്ലല്ലോ. ആ. ചെക്കൻ ദുബായിന്നേ കല്യാണത്തിന് വേണ്ടി 2 മാസം ലീവ് എടുത്തു വന്നെനിക്കാണ് തോന്നുന്നത്. കുറച്ചു നേരം മുമ്പ് ചെക്കൻ എന്നെ വിളിച്ചിരുന്നു. നിന്നെ നേരിട്ട് പോയി കണ്ടോട്ടെ എന്ന് എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പുറത്താണെന്ന് പറഞ്ഞു. ആഹാ. പക്ഷേ ചെക്കൻ നമ്മുടെ വീട്ടിലേക്ക് വരുവാണെങ്കിലേ കോഫിയോ ചായ എന്തെങ്കിലും കൊടുത്തേ നല്ലോണം നോക്കിക്കോളാം കേട്ടോ. അതെയോ? അതെ മോളെ, ചെക്കൻ വന്നാലേ എല്ലാം നോക്കിയും കണ്ട് നടന്നോളണം കേട്ടോ. എന്താ? ആ ശരി ശരി. ശരി, ഞാൻ നോക്കട്ടെ. ആ. ശ്ശോ. ഹായ്. ഹായ്. സുഖം തന്നെയല്ലേ? ആ എനിക്ക് സുഖമാണ്. നിനക്ക് സുഖമാണോ? ഉം. പിന്നെ ആ? എന്നെങ്ങനെ പുറത്തുനിന്ന് നിർത്തി സംസാരിച്ച് അങ്ങനെ തന്നെ പറഞ്ഞേക്കാന്ന് വിചാരിച്ചോ നീ? അയ്യോ സോറി. പ്ലീസ് അകത്തേക്ക് വരൂ. ഉം. ജ്യൂസ് കുടിക്കൂ. താങ്ക് യു. ഉം. നീ ഇരിക്കേ. ആ. ഉം. നിനക്ക് ആ? എന്നെ ഇഷ്ടമായോ? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എന്തിനാ? ഇതിനു മുമ്പ് ഒരുപാട് പേര് എന്നെ പെണ്ണ് കണ്ടിട്ട് പോയിട്ടുണ്ട്. വന്നവരൊക്കെ എന്നെ കണ്ടിട്ട് നന്നായിട്ട് സ്നാക്സും കഴിച്ച് ഇവിടുന്ന് പോവാറാ പതിവ്. പക്ഷെ നിങ്ങൾ മാത്രം എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു. എനിക്ക് ജാതകദോഷമുണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന ആലോചനകളൊക്കെ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഈ ദോഷവും ജാതകത്തിലൊക്കെ വിശ്വാസമല്ലേ? ഇങ്ങോട്ട് നോക്കിയേ. ഈ ദോഷങ്ങളൊക്കെ വെറും നുണയാണ്. അതെല്ലാം ജോലിയും കൂലിയും അതവരെ വിശ്വസിക്കുമോ? അങ്ങനെ ദോഷം ഉള്ളതുകൊണ്ടായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്ന ആലോചനകളൊക്കെ മുടങ്ങിയത്. ശരിക്കും പറയുകയാണെങ്കിൽ അതും നല്ലതാണ്. ആ അതെങ്ങനെ നല്ലതാണെന്ന് പറയും? നിനക്ക് കല്യാണം ആവാത്തത് കൊണ്ടല്ലേ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നത്. അതിൽ ആ ദോഷമല്ലേ കാരണം. ഞാനിവിടെ വന്ന് നിന്നെ കണ്ടതിന് ശേഷം ഞാൻ എന്തുമാത്രം ഹാപ്പിയാണെന്നറിയോ? ശരി, ഞാനെന്നാ പോയിട്ട് വരാവേ. അയ്യോ നിക്ക്. നിങ്ങൾ എന്തായാലും ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ആ മതി, കഴിച്ചോളൂ. എന്റെ കൈപ്പുണ്യം ശരിക്കും കൊള്ളാം. താങ്ക് യു. കുറച്ചുകൂടെ ഇട്ടെ? ഏയ് വേണ്ട, കുറച്ചുകൂടെ മതി കഴിക്കൂ. മതി മതി. പ്ലേറ്റിൽ തന്നെ ഹാൻഡ് വാഷ് ചെയ്തോളൂ. യാ.
ആ ഇതാ. താങ്ക് യു. എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഉം. കുറച്ചു നേരം കടന്ന് റെസ്റ്റ് എടുക്കുന്ന ഹാബിറ്റ് ഉണ്ട്. ഓ അതെയോ? ആ, എന്നാ ശരി, നിങ്ങൾ എൻ്റെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോളൂ. വരൂ. ശരി. നിങ്ങൾ ഇവിടെ കിടന്ന് റെസ്റ്റ് എടുത്തോളൂ. ഞാൻ പുറത്തുണ്ട് കേട്ടോ. ശരി. എന്തേ കാണിക്കുന്നത്? ദേഷ്യപ്പെടണ്ട, എനിക്ക് സംസാരിക്കാം. ഇനിയും ഒരു മാസത്തിൽ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതിന് ഇപ്പം തന്നെ നമ്മൾ രണ്ടുപേരും ഒരു റിഹേഴ്സൽ നോക്കിയാലോ? അയ്യോ, അതൊക്കെ തെറ്റാ. ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഏയ്, ഇതിൽ എന്താണ് തെറ്റുള്ളത്? നമുക്ക് നിശ്ചയം കഴിഞ്ഞില്ല. അപ്പം നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ലേ? എന്തുതന്നെയായാലും ഇനിയും ഒരു മാസത്തിൽ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവല്ലേ? പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. എൻ്റെ മുത്തല്ലേ, പ്ലീസ്. ഇതൊന്നും തെറ്റല്ല, നീ മനസ്സിലാക്ക്. പ്ലീസ് 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 പ്ലീസ്. വാ. നമ്മുടെ കല്യാണത്തിന് ഇനിയും ഒരു മാസം സമയമുണ്ട്. പക്ഷേ ഇന്ന് നീ എനിക്ക് തന്ന ട്രീറ്റ് കാരണം എനിക്ക് നിന്നെ നാളെ തന്നെ കെട്ടണമെന്ന് പോലെയുണ്ട്. എന്തിനെങ്ങനെ ധൃതി കാണിക്കുന്നത്? ശരി എൻ്റെ പൊന്നു ഭാര്യ, ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ. ശരി, വിളിക്കാം. നിങ്ങൾ സൂക്ഷിച്ചു പോണേ. ശരി, ബൈ ബൈ. ടാറ്റാ. ടാറ്റാ. അയ്യോ, സൂക്ഷിച്ചു പോ. ഐ എം ഓക്കെ, ഐ എം ഓക്കെ. ടാറ്റാ. നോക്കി പോണേ. ചെക്കൻ വന്നിരുന്നോ? ആ, വന്നിരുന്നു അച്ഛാ. ശരി ശരി. ചെക്കൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ? അദ്ദേഹം ആഗ്രഹിച്ച പോലെ തന്നെ ഞാൻ വെച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ട്. ആ ശരി ശരി. എനിക്കിവിടെ ജോലി കഴിഞ്ഞു. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വന്നേക്കാം.